ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യശാലിയായ രാഹുൽ ഒരു ദിവസം ഹോസ്റ്റലിൽ നടന്നൊരു സംഭവം ഞങ്ങളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം നടുക്കമുണ്ടായി. ഹോസ്റ്റലിൽ അവൻ ഒറ്റയ്ക്ക് മുറിയിലിരിക്കുകയായിരുന്നു. എല്ലാവരും വീട്ടിൽ പോയതുകൊണ്ട് ഹോസ്റ്റലിൽ അധികം ആളുണ്ടായിരുന്നില്ല. രാത്രി ഏകദേശം 10 മണിയായി കാണും. രാഹുൽ ഫോണിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വാതിലിൽ ആരോ പതിയെ തട്ടുന്ന ശബ്ദം കേട്ടത്. ടക്ക് ടക്ക് എന്ന് വളരെ നേരിയ ശബ്ദം. രാഹുൽ ആദ്യം അത് ശ്രദ്ധിച്ചില്ല. ആരോ തമാശയ്ക്ക് ചെയ്യുന്നതാണെന്ന് കരുതി. പക്ഷേ ശബ്ദം വീണ്ടും കേട്ടു. ഇത്തവണ അല്പം ഉച്ചത്തിലായിരുന്നു. അവൻ സിനിമ നിർത്തി ആരാണ് എന്ന് ചോദിച്ചു. പക്ഷേ മറുപടിയുണ്ടായില്ല. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അവൻ വാതിലടച്ചു. വീണ്ടും സിനിമ കാണാൻ തുടങ്ങി. അല്പസമയത്തിനു ശേഷം വാതിൽ വീണ്ടും തട്ടുന്ന ശബ്ദം കേട്ടു. ഇത്തവണ കൂടുതൽ വേഗത്തിലായിരുന്നു. ടക്ക്. രാഹുൽ ദേഷ്യത്തോടെ എഴുന്നേറ്റ് വാതിൽ തുറന്നു. പക്ഷെ ഇത്തവണയും ആരുമുണ്ടായിരുന്നില്ല. കോറിഡോർ മുഴുവൻ ശൂന്യമായിരുന്നു. അവൻ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി. ആരും ഒരിടത്തുമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് താഴത്തെ നിലയിൽ നിന്ന് ആരോ നടന്നുപോകുന്ന ശബ്ദം കേട്ടു. രാഹുലിന് വല്ലാത്തൊരു ഭയം തോന്നി. അവൻ വേഗം മുറിയിലേക്ക് കയറി വാതിലടച്ചു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. അവന്റെ കിടക്കയിൽ ഒരു ചെറിയ പെൺകുട്ടിയിരിക്കുന്നു. ആ കുട്ടിക്ക് ഏകദേശം 10 വയസ്സേ തോന്നിക്കുമായിരുന്നുള്ളൂ. അവളുടെ മുടി അലങ്കോലമായി കിടന്നിരുന്നു. കണ്ണുകൾ ശൂന്യമായിരുന്നു. അവൾ രാഹുലിനെ നോക്കി ഒരു പുഞ്ചിരി നൽകി. ആ പുഞ്ചിരിയിൽ യാതൊരു സന്തോഷവുമില്ലായിരുന്നു. ഭയം നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. രാഹുൽ പേടിച്ച് പുറകോട്ടു മാറി. അവൻ ആ കുട്ടിയോടൊന്നും മിണ്ടിയില്ല. എന്തു പറയണമെന്നോ എന്തു ചെയ്യണമെന്നോ അവനറിയില്ലായിരുന്നു. അപ്പോഴാണ് ആ കുട്ടി പതിയെ കൈ ഉയർത്തി അവനെ അടുത്തേക്ക് വിളിച്ചത്. അവളുടെ കൈകൾ വളരെ മെലിഞ്ഞതും നീണ്ടതുമായിരുന്നു. നഖങ്ങൾ നീണ്ടതും കറുത്തതുമായിരുന്നു. രാഹുലിന് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. അവൻ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ വാതിൽ തുറന്നില്ല. എത്ര ശ്രമിച്ചിട്ടും വാതിൽ കുറ്റിയിട്ട പോലെ ഉറച്ചുനിന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കുട്ടി അവന്റെ തൊട്ടടുത്തേക്ക് വന്നിരുന്നു. അവളുടെ മുഖം രാഹുലിന്റെ മുഖത്തോട് ചേർത്തു. അവൾ അവന്റെ ചെവിയിൽ പതിയെ മന്ത്രിച്ചു. നിനക്ക് എന്റെ കൂടെ കളിക്കാൻ ഇഷ്ടമല്ലേ? ആ ശബ്ദം കേട്ടപ്പോൾ രാഹുൽ ബോധരഹിതനായി നിലത്തു വീണു. അടുത്ത ദിവസം രാവിലെ മറ്റു കൂട്ടുകാർ വരുമ്പോൾ രാഹുൽ മുറിയിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. അവൻ ആ സംഭവം ഞങ്ങളോട് പറഞ്ഞു. ഇപ്പോഴും ആ കുട്ടിയുടെ ഭീകരമായ മുഖം അവന്റെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞിട്ടില്ല.